ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് GSTയുടെ പേയ്മെന്റ് എൻട്രി ആണ്. അതായത് നമ്മൾ ഓരോ മാസവും എന്താണ് GST കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കും അല്ലെ. അതായത് ഇൻപുട്ട് CGSTയും അതേപോലെ തന്നെ ഔട്ട്പുട്ടും കൂടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കും. അതായത് നമ്മൾ എന്താണ് ഓരോ മാസവും എന്താണ് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അതായത് കഴിഞ്ഞ മാസം റിട്ടേൺ നമ്മൾ ഓരോ മാസവും നമ്മൾ കൊടുക്കും. നമ്മളുടെ പർച്ചേസ് ചെയ്യുന്നതിന്റെ എമൗണ്ടും അതേപോലെ തന്നെ സെയിൽ ചെയ്യുമ്പോഴുള്ള ടാക്സ് കളക്ട് ചെയ്തതും അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഗവൺമെന്റിലേക്ക് അടയ്ക്കുക. അപ്പൊ നമ്മൾ ആദ്യം റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മുടെ ടാലിയിൽ നമ്മൾ അതിന്റെ എൻട്രി കാണിക്കണം. അതായത് പേയ്മെന്റിന്റെ എൻട്രി നമ്മൾ കാണിക്കണം. അപ്പൊ അത് എങ്ങനെയാണ്, അതിന്റെ പേയബിൾ എൻട്രി എങ്ങനെയാണ് വരിക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ GST എന്താണ്, എങ്ങനെയാണ് ടാലിയിലെ GST ആക്ടിവേറ്റ് ചെയ്യുക, ഇൻപുട്ട് ടാക്സ് എന്താണ്, ഔട്ട്പുട്ട് ടാക്സ് എന്താണ്, ഇതിനെ കുറിച്ച് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ GSTR 1 എങ്ങനെയാണ് ഫയൽ ചെയ്യുക, GSTR 3B എങ്ങനെയാണ് ഫയൽ ചെയ്യുക, എന്താണ് RCM അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം, ഇതിനെ കുറിച്ച് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെ എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഞാൻ എല്ലാ മാസവുമാണ് ക്ലാസ് എടുക്കുക. ഇനി ഞാൻ അടുത്ത ബാച്ച് എന്ന് പറയുന്നത് സെപ്റ്റംബർ 1st വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എന്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഞാൻ ഇവിടെ നമുക്ക് ഇവിടെ ഡേ ബുക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഡേ ബുക്ക് എടുത്തു, നമുക്ക് ഇവിടെ ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഞാൻ ഇവിടെ ഡേ ബുക്കിലെ കുറച്ച് എൻട്രീസ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് പർച്ചേസും സെയിൽസിന്റെ എൻട്രി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫിഗർ കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ചിട്ട് ഒന്നും കൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും ആയിട്ട് ഇവിടെ 52, 50 വന്നിട്ടുണ്ട്, 52, 50. അതായത് രണ്ടും നമുക്ക് അതായത് രണ്ടിന്റെ എമൗണ്ടും ഈക്വൽ ആയിട്ടാണല്ലോ വരിക. അതേപോലെ ഔട്ട്പുട്ട് CGSTയും SGST ആയിട്ട് ഇവിടെ 63, 70 ആണ് വന്നിരിക്കുന്നത്. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ടാക്സിനെ നമ്മൾ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST എന്ന് പറയും. സെയിൽ ചെയ്യുന്ന ടാക്സിനെ നമ്മൾ ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് CGST എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ഇൻപുട്ടിനെക്കാട്ടിലും കൂടുതലാണ് ഔട്ട്പുട്ട്, അതായത് സെയിൽ ചെയ്യുമ്പോൾ കൂടുതൽ കളക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ്, പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ടാക്സ് മൈനസ് ചെയ്ത് ആ ബാക്കിയുള്ളതാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പൊ നമ്മുടെ ബാധ്യതയായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് എങ്ങനെയാണ് നമുക്ക് എൻട്രി ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്ത് വൗച്ചറിലേക്ക് വരാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പേയബിൾ എൻട്രി ആയിട്ട് കാണിക്കാം. അതായത് GST എന്താണ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടി ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ജേണൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താണ്, നമുക്ക് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇൻപുട്ടിനെ നമ്മൾ എന്താണ് ക്രെഡിറ്റ് ചെയ്യണം, ബാലൻസ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കാം ഔട്ട്പുട്ട് CGST കൊടുക്കാം. അപ്പൊ ഔട്ട്പുട്ട് CGSTയുടെ എമൗണ്ട് ഇവിടെ കൊടുക്കും. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം, എൻ്റർ അടിച്ചു. വീണ്ടും നമ്മൾ ഡെബിറ്റ് കാണിച്ചു. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, ഔട്ട്പുട്ട് SGST ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഔട്ട്പുട്ട് SGST കൊടുത്തു. അതും എന്താണ് 63, 70 ആണ്, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ക്രെഡിറ്റ് തുകൾക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ഇൻപുട്ട് CGST ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇൻപുട്ട് CGST എടുക്കാം. അപ്പൊ നമുക്ക് ഇൻപുട്ട് CGSTയുടെ എമൗണ്ട് കാണണം എന്ന് വിചാരിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്താൽ മതി. അപ്പൊ ഇവിടുന്ന് കിറ്റ് ചെയ്ത് പോകുന്നു വേണ്ട. ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗോ ടു ക്ലിക്ക് ചെയ്താൽ മതി. ഗോ ടു ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ബാലൻസ് ഷീറ്റ് എടുത്തു. അതിൽ നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്പോൾ കാണാൻ പറ്റും ഇൻപുട്ട് CGST വരട്ടെ ഇവിടെ 52, 50 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമ്മൾക്ക് 52, 50 എന്നുള്ളത് അടിച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ ക്രെഡിറ്റിൽ എന്താ കാണിക്കേണ്ടത്, ഇൻപുട്ട് SGST ആണ് കാണിക്കേണ്ടത്. അതും നമുക്ക് എന്ത് തന്നെയാണ് കാണിക്കേണ്ടത്, 52, 50 തന്നെയാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഇൻപുട്ട് SGST കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തെറ്റി ഔട്ട്പുട്ട് SGST കൊടുത്തതായിരുന്നു. നമുക്ക് ഇവിടെ ഇൻപുട്ട് CGST
അപ്പൊ നമുക്ക് ഇവിടെ ഇൻപുട്ട് SGST കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഇൻപുട്ട് SGST കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പൊ എല്ലാം നില്ലായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഇനി നമ്മൾ എന്താണ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. Alt-C ആയിട്ട് ഇവിടെ വെച്ചിട്ട് Alt-C അടിച്ചു. ഇവിടെ നമുക്ക് കൊടുക്കാം GST പേയബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇതിന് അണ്ടർ എന്താ കൊടുക്കേണ്ടത്? കറന്റ് ലയബിലിറ്റിയാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ടോട്ടൽ ബാലൻസ് എമൗണ്ട് കൊടുക്കാനുള്ളതായിട്ട് കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് മുകളിൽ ഗോ ടു സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ബാലൻസ് ഷീറ്റ് നമുക്ക് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കും GST പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ 22.40 രൂപ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഉള്ളവർക്ക് എന്താണ് എമൗണ്ടുകളൊന്നുമില്ല, അത് മാറി എന്തായി മാറിയിട്ടുണ്ട്? GST പേയബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പേയ്മെന്റ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ വൗച്ചർ നമ്മൾ ഇനി പേയ്മെന്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ പേയ്മെന്റ് എടുത്തു. നമുക്ക് ഇവിടെ ഡേറ്റ് കൊടുക്കാം. ഇപ്പൊ 2/6, കാരണം മെയിലാണ് നമ്മൾ ജൂണിൽ കൊടുക്കുന്നത്. നമുക്ക് ഈ പേയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണിക്കും, Ctrl+F ഓട്ടോ ഫിൽ ചെയ്ത് വരണം, ഓട്ടോമാറ്റിക് ആയിട്ട് വരണം. സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് എടുത്തു, GST. അപ്പം നമുക്ക് ഇവിടെ അതേഴ്സിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മന്തിന്റെ ഡേറ്റ് വന്നു, 1/5/31/5 വന്നു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? GST പേയബിൾ ആണ്. അപ്പോൾ GST പേയബിൾ ഇവിടെ നമുക്ക് എമൗണ്ട് കാണിക്കും 22.40 ആണ്. അപ്പോൾ ഇവിടെ 22.40 കാണിച്ചു. നമ്മൾ 22.40 കാണിച്ചു. ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ബാങ്ക് കാണിക്കാം. ഇവിടെ നമുക്ക് ബാങ്ക് കാണിച്ചു, എൻ്റർ അടിച്ചു. നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നമുക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസും കാണുന്നില്ല, GST പേയബിളും കാണുന്നില്ല. കാരണം ആ കൊടുക്കാനുള്ള എൻട്രി നമ്മൾ കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ GST പേയ്മെന്റിന്റെ എൻട്രി നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടി ആണ് കേട്ടോ. കാരണം ഒരാൾ എനിക്ക് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു GSTയുടെ പേയ്മെന്റിന്റെ എൻട്രി എങ്ങനെയാണ് ചെയ്യാന്ന്. അപ്പൊ അതാണ് ഇന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.